ഇവിടെ ചാക്യാർകൂത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ സങ്കല്പിച്ചിട്ടുള്ള ത്രേതാഗ്നി ജ്വലിപ്പിച്ച് മിഴാവ് വാദകൻ, ഇദ്ദേഹത്തിനെ നമ്പ്യാർ എന്നാണ് പറയുക, അദ്ദേഹം മിഴാവച്ചപ്പെടുത്തി കഴിഞ്ഞിട്ടാണ് ചാക്യാർകൂത്ത് ആരംഭിക്കുന്നത്. ഇതിലെ ചാക്യാർ രംഗപ്രവേശനം ചെയ്യുന്നതിന് മുമ്പ് ചാക്യാരൊന്ന് അണിഞ്ഞുകൂടും. അതാണ് ഈ കുട്ടികളെ ചെയ്തിരിക്കുന്നത്. കണ്ടോ, അരിപ്പൊടി, കൺമഷി, കുങ്കുമം എന്നിവ കൊണ്ട് അണിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇതൊരു കാണുമ്പോൾ തന്നെ ഒരു ഹാസ്യരസത്തിന്റെ ഒരു വേഷവിധാനമാണ് ചാക്യാർകൂത്തിന്റെ. അങ്ങനെയുള്ള ചാക്യാർകൂത്തിലെ വേഷവിധാനങ്ങള് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ചാക്യാർകൂത്തിൽ ഉപയോഗിക്കുന്ന ആഭരണങ്ങളാണ്. അതായത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ വിധിപ്രകാരം പറഞ്ഞിട്ടുള്ള 4 തരം അഭിനയങ്ങൾ ചാക്യാർകൂത്തിലുണ്ട്. വാചികം, ആഹാര്യം, സ്വാത്വികം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അഭിനയ സങ്കേതങ്ങൾ. ഇതിൽ ആഹാര്യ അഭിനയം എന്ന് പറയും. വേഷവിധാനങ്ങൾ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ഇതിൽ കാണുന്ന ഇതാണ് കുടുംബ എന്ന് പറയും. ചാക്യാരുടെ തലയിലുള്ള മുടി എന്നുള്ള സങ്കല്പത്തിലെ കുടുംബയാണ്. ഇതിന്റെ പേര് വാസികം. അതുപോലെ തന്നെ 2 ചെവിപ്പൂവുകള്, അതുപോലെ തന്നെ ചൊപ്പതൊടി. ഇത് കെട്ടിയിട്ടാണ് ചാക്യാർ കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്നത്. ഇത് കെട്ടിക്കഴിഞ്ഞാൽ, ചൊപ്പതൊടി കെട്ടിക്കഴിഞ്ഞാൽ കഥാപാത്രത്തെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് സങ്കല്പം. ഉദയനാണ് സിനിമയിൽ കണ്ടില്ലേ, കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സമയമായി എന്ന് ശ്രീനിവാസൻ പറയുന്നത് പോലെ നമ്മുടെ ചാക്യാര് കഥാപാത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ചൊപ്പതുണി കെട്ടിക്കഴിഞ്ഞാൽ പുലവാലായ്മകൾ പോലും ബാധകമല്ല എന്നുള്ളതാണ് സങ്കല്പം. അങ്ങനെയുള്ള ചാക്യാരുടെ നമ്മളുടെ കെടിസൂത്രമാണ് ഈ കാണുന്നത്. 2 കടകം, മാറ്റ്, അങ്ങനെയുള്ള വേഷവിധാനങ്ങളൊക്കെ പൂർത്തീകരിച്ച് ചാക്യാർ രംഗപ്രവേശനം ചെയ്ത് ദേവീദേവന്മാരെയൊക്കെ സ്തുതിക്കുന്ന ക്രിയകള്, പരദേവതനെയൊക്കെ കാട്ടുന്ന അനുഷ്ഠാനാംശമുള്ള ക്രിയകള് കാട്ടി എന്ത് ചെയ്യും? സംക്ഷേപം പറഞ്ഞ്, പീഡിക പറഞ്ഞ്, സംസ്കൃതത്തിലുള്ള ശ്ലോകം ചൊല്ലി അതിനെ അന്വയിച്ച് കഥാംശത്തിലേക്ക് കടക്കും. ആ കഥ പറയുന്ന കൂട്ടത്തികൾ ഭക്തിയോടൊപ്പം തന്നെ ഹാസ്യമുണ്ടാകും, സമകാലിക വിഷയങ്ങൾ ഉണ്ടാവും, ആക്ഷേപഹാസ്യങ്ങൾക്ക് ഉൾപ്പെടുത്തി വളരെ ഭക്തിയോടുകൂടി ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കൊണ്ട് അവതരിപ്പിക്കുന്ന കലാരൂപമാണ് ചാക്യാർകൂത്ത്. അതിന്റെ അവസാനം, കഥ പറഞ്ഞ അവസാനത്തിൽ കൂത്ത് മുടിക്കുന്നതോടുകൂടി ചാക്യാർകൂത്ത് പൂർണ്ണമാവുകയാണ്. യഥാർത്ഥത്തിൽ ചാക്യാർകൂത്തിന്റെ ഒരു കഥയൊക്കെ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോ ഏകദേശം 7 ദിവസം 14 ദിവസമൊക്കെ ചേർന്നിട്ടാണ് അവതരിപ്പിക്കുക. ചാക്യാര് രംഗപ്രവേശനം ചെയ്യുന്നതോട് ഒരു താളം കൂടി നമുക്കൊന്ന് കൊട്ടി നോക്കാം. ഒന്ന് ഉഷാറല്ലേ എല്ലാവരും? വിശപ്പുണ്ടോ? നന്നായി വിശന്നോട്ടെ, നല്ല നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒന്ന് നോട്ടാ. ദിഗത ഗത ദിഗത ദിഗത ദിഗത. പോരെ, ചാക്യാർകൂത്തിലേക്ക് കിടക്കുകയല്ലേ. ഇന്നിവിടെ ചാക്യാർകൂത്ത് അവതരിപ്പിക്കുന്ന കലാകാരനെ ഒന്ന് പരിചയപ്പെടണ്ടേ? ശ്രീ എളവൂർ അനിൽ എന്നാണ്. ഈ ചാക്യാർകൂത്തിന് ശേഷം എല്ലാവരും പരസ്പരം ഫോട്ടോസും എല്ലാം എടുത്തിട്ട് പിരിയാൻ പാടും. അപ്പൊ നമ്മള് ചാക്യാർകൂത്തിലേക്ക് പ്രവേശിക്കണം. ആ കുട്ടികളൊക്കെ ഒന്ന് ഇങ്ങനെ, ആ കസേരയിലിരിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് ഇങ്ങനെ കടന്നു വരും. ഇവിടെ വരൂ, എല്ലാവരും ഇവിടെ വന്നിരിക്കും. നമ്മള് ചാക്യാർകൂത്ത് ആരംഭിക്കാൻ പോവുകയാണ്. ആ കുട്ടികളെല്ലാവരും ഒന്ന് മുന്നിലേക്ക് തുടങ്ങാം.
സർവകാലവും ഭഗവത് നാമങ്ങളെ ഉച്ചരിച്ചിരിപ്പൂ എന്നാൽ തന്നെ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലെ സംഭൃതങ്ങളായി ചമയുമെന്ന് നിശ്ചയം മാത്രമല്ലോ ആകുന്നത്. ആയതൊക്കവേയും കൊള്ളാം. സുകൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തിങ്കലെ മനുഷ്യജന്മം ലഭിക്കൂ എന്നിരിക്കുന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ച സമയത്തിങ്കൽ വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തിങ്കൽ ഈശ്വരനെ സേവിച്ച് പാപനിവർത്തി വരുത്തി പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തെ സാധിച്ചു കൊള്ളണം. ആയതിനു വേണം എല്ലാ ജനങ്ങളും എല്ലാ സമയത്തിങ്കലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ. ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാണ്. ചന്ദ്രചൂട പായാൽ ഔവണ്ണമെല്ലാം ഇരിക്കുന്ന ചന്ദ്രചൂടൻ ഭവാന്മാരെ രക്ഷിക്കണം രക്ഷിക്കണം. ഭവാന്മാർക്ക് പല പ്രകാരേണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായും ആദിഭൗതികങ്ങളായും ആദിദൈവികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായും ഉണ്ടാകുന്ന സങ്കടങ്ങളെ അസകലം യഥാവലെ ദൂരത്തിങ്കലാക്കിക്കളഞ്ഞ് അർത്ഥ പുത്ര മിത്ര കളത്രാദികളിലെ സമ്പത്തുക്കളെ സമ്പാദിക്കണം എന്നതല്ലോ ഇവിടെ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്ന രക്ഷയിങ്കൽ ആരെ ഇവിടെ രക്ഷാകർത്താവായിട്ട് കൽപ്പിച്ചു നല്ലേ. ചന്ദ്രചൂടൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. താൻ തന്നെ പറഞ്ഞു കേട്ടാൽ കൊള്ളാമല്ലന്മാ. എന്തിനാണ് ഇത്ര വളരെ സംശയിച്ചിരിക്കുന്നത്? സകല ലോകൈകനാഥനായി സച്ചിദാനന്ദ സ്വരൂപനായി പാർവതീ വല്ലഭനായിരിക്കുന്ന സാക്ഷാൽ ശ്രീപരമേശ്വരനെ തന്നെയല്ലോ ഇവിടെ രക്ഷയ്ക്കായിക്കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നത്. നല്ല ശിക്ഷ വഴി പോലെ ബോധിച്ചു. ശ്രീപരമേശ്വരൻ രക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലൊട്ടും സംശയമുണ്ടായിരുന്നില്ലല്ലോ. എങ്കിലും ഔവണ്ണമെല്ലാം ഇരിക്കുന്ന ചന്ദ്രചൂടൻ എന്നല്ലോ പറഞ്ഞു കേട്ടത്. ആയതങ്ങിനെ കേട്ട സമയത്തിങ്കലവസ്ഥാഭേദം കൊണ്ട് ഉപാസനയ്ക്ക് ശക്തിയേറാനുണ്ടായിരുന്നു. പണ്ട് സോമവംശശ്രേഷ്ഠന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർ വേദവ്യാസ മഹർഷി പക്കൽ നിന്ന് പാശുപതാസ്ത്രലബ്ധിക്കായിക്കൊണ്ടുള്ള വൃത്താന്തത്തെ കേട്ട് ധർമ്മപുത്രരുടെ വാക്യഹേതുവായിട്ട് അർജുനൻ കൈലാസാനുപ്രദേശത്തെ പ്രാപിച്ച് തപസ്സാരംഭിച്ചതായ സമയത്തിങ്കൽ ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെടാതെ കണ്ടുവന്ന അർജുനൻ പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ട് തപസ്സാരംഭിച്ചതായ സമയത്തിങ്കൽ ദേവി
പാർവതിയുടെ പുത്രവാത്സല്യ ഹേതുവായിട്ട് ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരനാകട്ടെ കിരാതവേഷം ധരിച്ച് കിരാതിനി വേഷധാരിണിയായിരിക്കുന്ന പാർവതിയോടും സർവഭൂതഗണങ്ങളോടുകൂടെ അർജുന തപോവനത്തെ പ്രാപിച്ച് കപടകിടി വേഷധാരനായ മൂകാസുരനെ നിഗ്രഹിച്ച് അർജുനനുമായി വാക്സംവാദത്തെ ചെയ്ത് യുദ്ധം ആരംഭിപ്പൂതം ചെയ്തു ആയത് എപ്രകാരം കാരുണ്യപൂര മൃദുളേന ഹൃദാതിരാത രോഷാതിരേകകലുഷേണ ച പാണ്ഡുസൂനോ അല്പം മഹാന്തമഭിവിക്രമമാദധാന വാതേന തു ചിരതരം സമരം സമാനം തൗ ചിരതരം സമരം സമാനം ആദേനതു അവര് തുല്യമായിരിക്കുന്ന സമരത്തെ ചെയ്തു. അർജുനന്റെ ഒരു പോക്കു എന്തൊക്കെയോ ഭാരം തലയിലേറ്റിപ്പിടിച്ചു. സൂക്ഷിക്കണം കേട്ടോ, വലിയ കാടാണ്, കാട്ടിലേക്കാ പോണത് അർജുനെ. എന്തിനാ പോണത്? സമരം ചെയ്യാനായിട്ട്, തപസ് ചെയ്യാനായിട്ട്. ആരോട് സമരം ചെയ്യാൻ? ഭഗവാനോട് സമരം ചെയ്യാൻ, ഈശ്വരനോട്, ദൈവത്തോട് സമരം ചെയ്യാൻ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ കാര്യമില്ല. ഇതാണ് എല്ലാത്തിനും മോശമാവാനുള്ള കാരണം, വേറെ ഒന്നുമില്ല. ഈശ്വരനോട് സമരം ചെയ്ത് അതാണോ? അതല്ല. തൗ ചിരതരം സമരം സമാനം, സമാനമായ സമരം. അങ്ങനെ കേൾക്കണ്ടായിട്ടുണ്ടോ? ഒരേപോലെ സമരം ചെയ്യാം സാധ്യമാവോ? ഒരേപോലെ സമരം ചെയ്യാനായിട്ട് സാധ്യമില്ല. പക്ഷെ ഇവിടെ എങ്ങനെയാ? തൗ ചിരതരം സമരം സമാനം, സമാനമായ സമര. എന്റെ മുഖത്തേക്കല്ല, അങ്ങോട്ട് നോക്കൂ. ഏറ്റിപ്പിടിച്ച് കാര്യമായിട്ട് ഇതൊരു സമാനമായ സമര. അത് കുറെ കാലം മുൻപ് ഇതുപോലെ ഏറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരാള് വേറെ, അല്ലേ? അപ്പോ അവനവന്റെ കയ്യിൽ കിട്ടി, അവനവൻ അത് ഏറ്റിപ്പിടിച്ചു. ഈ ഏറ്റിപ്പിടിച്ചിട്ട് വല്ല ഫലം ഉണ്ടോ? ഒരു ഫലമില്ല. കുറെ കാലം കഴിയുമ്പോൾ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കും, പിന്നെ അവന്റെ കയ്യിലാ താളം മുഴുവൻ ഉണ്ടാവുക. അതെ, ഇവിടെ പാർവതി പോവാൻ പറ്റേ, ഇങ്ങോട്ട് വരും. ഇരിക്കാൻ പറ്റേ, ഇരിക്കാൻ പറ്റേ, നീക്കോ, അവിടെ വന്നിരിക്കൂ. ഈ ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്, അതാ ഞാൻ അങ്ങനെ വിളിക്കണേ. വരൂ പാർവതി, ഇരിക്കൂ. പാർവതിയുടെ മനസ്സിലൊരു വിഷമല്ലേ നോക്കാം, മുഖത്തേക്ക് നോക്കൂ. ആ വരവും കാളിയുണ്ട് കൂടെ, തർക്കമില്ല, കാളി കൂടെ ഉണ്ട്. പാർവതിയും കാളി ഒരുമിച്ച് വരവായി, വരവുറപ്പിച്ചു. ആ വരൂ 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 വരൂ. പാർവതിയും കാളിയും കൂടിയുള്ള വരവാണ് കേട്ടോ, സൂക്ഷിക്കണേ. മനസ്സിലൊരു ദുഃഖമല്ലേ നോക്കൂ. എന്താ മനസ്സിലെ ദുഃഖം നിശ്ചയുണ്ടോ? പുത്ര ദുഃഖ. പുത്രനോടുള്ള ആ പ്രണയം കാരണമുള്ള ദുഃഖമാണ് മനസ്സിലുള്ളത്. എന്താ അത് കാരണം? അർജുനൻ പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ട് തപസ് ചെയ്യണമെന്ന് എങ്ങനെയോ പാർവതി അറിഞ്ഞു. പാർവതിക്ക് അർജുനനോട് പുത്രനോടുള്ള സ്നേഹം. അപ്പൊ പിന്നെ എങ്ങനെയുണ്ടാവുക? ദുഃഖമല്ലേ ഉണ്ടാവുക? താൻ തന്റെ മകനെ പോലെ വിചാരിക്കണ ഒരാള്, മകൻ തന്നെയെന്ന് ധരിക്കണ ഒരാള് ഇങ്ങനെ പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ട് തപസ് ചെയ്യുക, ആർക്കെങ്കിലും ഇഷ്ടാവുമോ? മനസ്സിന് വിഷമം ഉണ്ടാവില്ലേ? അമ്മ എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. തന്റെ മക്കൾ എത്ര വിദൂരങ്ങളിലാണെങ്കിലും അവരുടെ മനസ്സൊന്ന് പെടഞ്ഞാൽ അത് അമ്മയ്ക്ക് അറിയാൻ സാധിക്കുന്നതാണ് പറയുക, അല്ലേ? അമ്മയ്ക്കേ അതറിയാൻ സാധിക്കുള്ളൂ. എത്ര ദൂരങ്ങളിലായിക്കോട്ടെ. ഇവിടെയും അങ്ങനെയാ. പാർവതി മനസ്സുകൊണ്ട് ഉറച്ചു, ഭഗവാൻ എങ്ങനെയെങ്കിലും കാട്ടിലേക്ക് പറഞ്ഞയക്കണം. കുറെ കാലമായി ഇവിടെ ഇങ്ങനെ കൂടിയിട്ട് നിൽക്കും, ഭാവവും സമ്പ്രദായവും. എങ്ങനെയെങ്കിലും ഭർത്താവിനെ ഒന്ന് കാട്ടിലേക്ക് പറഞ്ഞയച്ചാൽ കൊള്ളാമെന്ന് മോഹമുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ കൂടി നടന്നിട്ട് ചെന്ന് തുടർന്നത് മുഴുവൻ അബദ്ധാവുണ്ടോ എന്നൊരു സംശയമില്ലാണ്ടില്ല. ഇപ്പോഴാ ആലോചിക്കുന്നത്, ഉണ്ണി അർജുനൻ കാട്ടില് പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ട് തപസ് ചെയ്യുന്നുണ്ട്. സ്വതേ ഭഗവാൻ ചാടി പുറപ്പെടുന്ന ആളാ. ഇക്കുറി ഭഗവാൻ ഒരു അനക്കമില്ല, കുലുക്കമില്ല, ഒന്നുമില്ല. നോക്കൂ, വന്നിരിക്കുമ്പോ ഇരിക്കണ ഇരിപ്പാ. ഇതിലൊരു അനക്കമുണ്ടോ നോക്കൂ, തൊട്ടോക്കൂ, മാസമുണ്ടോ നോക്കൂ. കഥ കഴിയുമെന്നറിയാനാ. നിന്ന ഇരിപ്പിൽ ശൂന്യാവണ കാലാണ്, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പാർവതി മനസ്സുകൊണ്ട് ഉറച്ചു ഭഗവാന്റെ അടുത്തേക്ക് പുറപ്പെടാനായിട്ട്. എങ്ങനെയാ സ്വതേ പതിവ്? ഭർത്താവിന്റെ അടുത്തേക്ക് എങ്ങനെയാ പുറപ്പെടുക? ആലോചിച്ച് നോക്കൂ.
എങ്ങനെയാ ഭർത്താവിന്റെ അടുത്തേക്ക് പുറപ്പെടാം? അങ്ങോട്ട് പുറപ്പെടും അല്ലേ? അതല്ല, ഒരു കാര്യസാധ്യത്തിന് ഭർത്താവിന്റെ അടുത്തേക്ക് ഭാര്യ പുറപ്പെടാണെന്ന് അങ്ങോട്ട് സങ്കല്പിക്കാം. അപ്പൊ എങ്ങനെയുണ്ടാവുക? ആലോചിച്ചോക്കോ. ആദ്യം ഒന്ന് ആട്ടിപ്പിടിക്കും അല്ലേ? തോന്നോ? അതേ കടേ പടേ നോക്കൂ, ഇങ്ങടെ ഇവിടെ. ഇപ്പോഴുള്ള കാര്യമല്ല കേട്ടോ പറയണേ, പഴയ കാലത്തെ കാര്യം. ഇപ്പോഴുള്ള കാര്യം പറയാണ്ടിരിക്കാൻ കാരണം, പണ്ട് കാലങ്ങളില് വേലിയൊക്കെ കഴിഞ്ഞാൽ ആദ്യ ഭാഗം അത്യന്തം സേവയായിട്ട് കൂടും. അതേ പടേ പടേ എവിടെ ആരെങ്കിലും നോക്കുവോ? വിളിക്കണ കേട്ടാ അറിയാം. അധിക കാലമൊന്നും ഇല്ല കേട്ടോ. സ്ത്രീകൾക്ക് അധികാരം കൊടുത്താലത്തെ കഥ ഞാൻ പറയണം. കൊടുത്തതിൻ്റെ ഇരിക്കണിരിക്കും, താടിയും തലയൊക്കെ നീട്ടി കക്ഷകുഷാദികളൊക്കെ വളർത്തിയിരിക്കണിരിക്കും. അധികാര കൈമാറ്റം കഴിഞ്ഞു. എപ്പോഴാ സ്ത്രീകൾക്ക് അധികാരം ഉണ്ടാവുക നിശ്ചയമുണ്ടോ? എപ്പോഴാ അധികാരം ഉണ്ടാവുക? കുട്ടികളായാൽ അധികാരമായി. അധികാരം കയ്യിൽ കിട്ടിയാൽ ഭാഷ മാറും. അതേ കടേ നോക്കൂ, കുട്ടികളുടെ അച്ഛൻ ഇവിടെ വരൂ, നിർബന്ധ, സംശയമില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. പാർവതി അത്യന്തം ബഹുമാനത്തോടു കൂടി ഭഗവാനെ എങ്ങനെയെങ്കിലും അർജുനന്റെ അടുത്തേക്ക് പറഞ്ഞയക്കണം എന്ന് നിശ്ചയിച്ച് പതുക്കെ അവിടുന്ന് പുറപ്പെട്ടു. കാളി എന്റെ ഏക മകളാ. ഇവിടെ ഇരിക്കും ഭാഗം നോക്കൂ. സ്വതേ വസ്ത്രം ധരിക്കുന്നത് ഇഷ്ടമല്ല അവർക്ക്. എന്താ പറ്റിയാവോ? കാര്യമായിട്ട് വാരിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാളി ഒരു ഭാഗത്തുണ്ട്. ശാസ്താവ് നോക്കുമ്പോ പതുക്കെ 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 പിന്നോട്ട് മാറിയിരിക്കുക. ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഉണ്ണിഗണപതി. ഉണ്ണി നീ എങ്ങനെ മാറിയിരിക്കണേ? എപ്പോഴും ചെലുത്തണം ചെലുത്തണം ഒരു ചൊരയുള്ളൂ. ഉണ്ണിഗണപതി ഒരു ഭാഗത്ത്, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, കാളി, നന്ദികേശ്വരൻ ഇങ്ങനെ കാവൽക്കാരനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നോക്കൂ. ആ നിൽക്കും ഭാവം കൊണ്ട് എന്താ തോന്നുക? നല്ല ചരിത്രം കൂട്ടത്തിലാണ്. ഇവിടെ അങ്ങോട്ട് ഭൂതഗണങ്ങളാ ഒക്കെ, ഭഗവാന്റെ ഭൂതഗണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണ്ട്. പാർവതി ഇതൊന്നും ശ്രദ്ധിക്കാതെ കണ്ട ഉണ്ണി ഇവിടെ എവിടേക്കാ പോണേ? ഇങ്ങനെ വരൂ. ഇങ്ങോട്ട് വിളിച്ച അങ്ങടെ പോണേ. ആരുടെ അത്? നല്ല അനുസരണം. അങ്ങനെ വേണ്ടത്, ഇങ്ങനെ വളർത്തണം. ഇങ്ങനെ വിളിച്ചാൽ അങ്ങോട്ട് പോണ പോലെ വേണം വളർത്താൻ. ഏമാവൂല്ലേ? ഇവിടെ അങ്ങനെയല്ല. ഇനിയാണ് എവിടേക്കാ പോണേ? ഇങ്ങോട്ട് വരൂ. പോവാൻ നേരത്തെ എവിടെ ഇരിക്കും? ഇനി കുറച്ചു നേരം കൂടി ഉള്ളു. ഇവിടെ വന്നിരിക്കോ. ആ വേഗം അവിടെ. അങ്ങനെ ഭൂതഗണങ്ങളൊക്കെ ഒരു ഭാഗത്തുനിന്ന് പുറപ്പെട്ടു. പാർവതി പതുക്കെ വന്ന് നോക്കുമ്പോ ഭഗവാൻ ഒരു കുലുക്കമില്ല. ഇരുന്നയിടത്ത് ഇരിക്കുമ്പോ ഇരിക്കുന്ന ഇരിപ്പോ ഒരനക്കളില്ല. ഭർത്താവേ, സ്വാമി, ഭഗവാനേ. മനസ്സുകൊണ്ട് പാർവതി ഉറക്കെ എങ്ങനെയെങ്കിലും ഇത് പാർവതിമാരെ ഉറച്ചാ പിന്നെ സംശയമില്ലല്ലോ. മനസ്സുകൊണ്ട് ഉറച്ചാ പിന്നെ അത് നടത്തിയിട്ടേ ഉള്ളൂ കാര്യം. എന്താ ബ്രഹ്മാസ്ത്രം കൊടുക്കാൻ തീരുമാനമായി. എന്താ പാർവതിമാരുടെ ബ്രഹ്മാസ്ത്രം? എങ്ങനെയാ കാര്യം സാധിക്കില്ല എന്ന് മനസ്സിലായാൽ ഉടനെ ബ്രഹ്മാസ്ത്രം എടുക്കും. ഭഗവാനെ, അർജുനൻ കാട്ടില് പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ട് താമസിക്കണു. ഭഗവാനെ, ഭഗവാനെ, അർജുനൻ കാട്ടില് പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ട് താമസിക്കണു. ഭഗവാനെ, നമ്മുടെ ഉണ്ണിയല്ലേ ഭഗവാനെ. അങ്ങനെ കേട്ടു ഭഗവാൻ. നമ്മുടെ ഉണ്ണിയല്ലേ, അതങ്ങനെ കേൾക്കുമ്പോ ഒരു സുഖ അല്ലേ? നമ്മുടെ കേൾക്കുമ്പോ അവന്റെ എന്റെ കേട്ടാ ഒരു സുഖമില്ല. നമ്മുടെ കേൾക്കുമ്പോ അതിനൊരു സുഖ. എന്താ പാർവതി, എന്താ വേണ്ടേ? എന്താ വിഷമിച്ച എന്നോട് പറയൂ. ഞാൻ സാധിച്ചു തരണുണ്ട് നിനക്ക്.
നിന്റെ മനസ്സിലുള്ള എന്ത് വിഷമാണെങ്കിലും പാർവതി നീ എന്നോട് പറഞ്ഞോളൂ, ഞാൻ നിനക്ക് സാധിച്ചു തരുന്നുണ്ട്. എനിക്കറിയാം, അല്ലെങ്കിൽ അവിടെ അങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ എന്താ പറയണ്ടേ പാർവതി? നിന്റെ ഉള്ളിലുള്ള വിഷമം എന്നോട് പറയോ? എനിക്കറിയാം, അവിടത്തേക്ക് അറിയാതെ. എന്ത് എനിക്കറിയാം? എന്താ അറിയണേ നിനക്ക്? എനിക്കറിയാം, അവിടത്തേക്ക് അറിയാതെ. നീ അറിയാൻ കുട്ടിക്ക് എന്താ പറ്റിയേ? കുട്ടിക്കൊന്നും പറ്റിയതല്ല. പിന്നെ കുട്ടി കാട്ടില് അർജുനൻ എന്താ പറ്റി? ഉണ്ണിക്ക് എന്താ പറ്റിയെന്ന് പറയോ പാർവതിയെ? എനിക്കറിയാം, അവിടത്തേക്ക് അറിയാതെ. എങ്ങനെയാ പാർവതി നിന്റെ മനസ്സിലുള്ളത് എനിക്ക് എങ്ങനെ അറിയാൻ സാധിക്കുക? നീ പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. എന്താ വെച്ചാ കാര്യം പറയൂ. ഉണ്ണി അർജുനൻ കാട്ടില് ഉണ്ണിക്ക് എന്താ പറ്റിയെന്ന് പറയൂ പാർവതി. നീയാ കാട്ടില് ഉണ്ണി പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ട് താമസിക്കണു. ഇതിനാ നീ ഇങ്ങനെ ധാരധാരയായിട്ട് അവിടെ എന്താ ഞാൻ വേണ്ടത്? അവിടെ നിന്ന് ഉണ്ണിയുടെ അടുത്തേക്ക് കാട്ടിലേക്ക് പോണം. ഞാൻ കാട്ടിലേക്ക് പോണം, അത്രല്ലേ നിനക്ക് വേണ്ടു? ആട്ടെ, എന്താ നിന്റെ തീരുമാനം? എന്റെ കൂടെ പോരുന്നു കാട്ടിലേക്ക്. അപ്പോഴേക്കും പലകിടത്ത് എഴുതിച്ചു. കൂടെ കിടക്കണതിന് ജീവനുണ്ടോ നോക്കാൻ നേരമില്ല. ഇടയ്ക്ക് ഇതിനിങ്ങനെ തട്ടി ജീവനുണ്ടോ നോക്കിയില്ലെങ്കിൽ മനസ്സമാധാനം ഇല്ലാത്ത ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ എടുത്തൊന്നും നോക്കണം. അല്ലേ? കൂടെ കിടക്കുന്നത് ചിലപ്പോൾ സിദ്ധി കൂടി ഉണ്ടാവും, അതുപോലെ അറിയില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇതിന് ജീവനുണ്ടോ നോക്കിയില്ലെങ്കിൽ മനസ്സമാനില്ല. ഇവിടെ പാർവതി അങ്ങനെയല്ല. ഭഗവാനെ, അവിടത്തെ കൂടെ അല്ലാണ്ട് വേറെ ആരുടെ കൂടെയാ സ്വാമി ഞാൻ പുറപ്പെടേണ്ടത്? ഞാനും ഉണ്ട് പറയല്ല. ഭൂതഗണം നന്ദീശ്വരന്റെ പുറപ്പാടായി. നന്ദിയെ ഇരിക്കോ, അവിടെ ഇരിക്കോ. നന്ദീശ്വരൻ ഭൂതഗണങ്ങളിൽ പ്രധാനിയായിട്ടുള്ള ആളാണ്. കാര്യങ്ങള് ഭഗവാനും ദേവി പുറപ്പെടേണ്ടെന്ന് മനസ്സിലാക്കി നന്ദികേശ്വരൻ വന്ന് ഇരിപ്പ് ഉറപ്പിച്ചു. അവിടെ എന്താ? അവിടെ ഉണ്ണി അനുസരണ അവിടെ ഇരിക്കണം കേട്ടോ. കാല് മടക്കി വെക്കൂ. കാല് മടക്കി വെക്കോ. അങ്ങനെ അനുസരണ ഉണ്ട്, ഉള്ള കൂട്ടത്തിലാണ്. നീ എന്താ അങ്ങനെ കിഴക്കോട്ട് നോക്കിയിരിക്കണേ? കുറച്ചു നേരം മേക്കോട്ട് നോക്കിയിരിക്കൂ. ഞാനേ കാട്ടിലേക്ക് പുറപ്പെടാണ്. നീ പോരുണ്ടോ കൂടെ? ഞാനുണ്ട്. എന്നാ വേഷം മാറിക്കോളൂ. പറയും ഇനിയിപ്പോ വേഷമൊന്നും മാറണ്ട, അല്ലാണ്ട് തന്നെ ഒരു തരം വേഷമൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത്. കാട്ടിലേക്ക് പോകാൻ ഭാഗമായിട്ട് നല്ല കാട്ടാളത്തിയുടെ പോലെയല്ലേ നോക്കൂ ആക്കി വെച്ചേക്കാൻ. എന്നാ ഇത് നോക്കൂ, എത്ര ഭംഗിയുണ്ട് നോക്കൂ. കണ്ടാ ഒരു കൗതുകം തോന്നുന്നില്ലേ? ഒരു സുഖം, ഒരു മന്ദഹാസം, ഒരു കടാക്ഷമൊക്കെ ഇത് കണ്ടാ തോന്നുന്നില്ലേ? എന്നാ ഇത് കണ്ടാ എന്താ തോന്നുക? 8 കാര്യം കൂടിയിട്ടുണ്ടോ? എന്റെ മുഖത്തല്ല, അങ്ങോട്ട് നോക്കോ. വരൂ.